5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 5 കിലോ സിലിണ്ടറിന്റെ വില 261 രൂപയായും ഉയർത്തി. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചേക്കും. പെട്രോൾ ഡീസൽ വിലയിൽ 4 മുതൽ 5 രൂപ വരെ വർദ്ധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെയും കൂടാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി YS അഭിനന്ദ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. അഭിനന്ദ്, ഗുഡ് ഈവനിംഗ് അഭിനന്ദ്. ഇപ്പോൾ വാണിജ്യാവശ്യത്തിനുള്ള ബഡാ സിലിണ്ടറിന്റെ വില കൂട്ടി, ഛോട്ടാ സിലിണ്ടറിന്റെ വില കൂട്ടി, ഇനി ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടുമെന്നറിയുന്നു. അതിലും നമ്മളെ ഭയപ്പെടുത്തുന്നത് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണോ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പശ്ചിമേഷ്യയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും അസമാധാനം ഉണ്ടാക്കുകയാണോ? ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഈ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാൻ മാത്രം നോക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന്. പെട്രോൾ ഡീസൽ വില വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ആ നീക്കത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എണ്ണ ശുദ്ധീകരണശാലകളുടെ ഒരു വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മുകളിൽ ഉണ്ടായിരുന്നു. 4 മുതൽ 5 വരെ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചേക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില അത് 50 മുതൽ 60 രൂപ വരെ വർദ്ധിച്ചേക്കാമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുകയാണ്. എന്തായാലും ഇത് സംഭവിക്കുമോ എന്നതാണ് ഇനി ഒരു ആശങ്കയായിട്ടുള്ളത്. ഇന്ന് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് 36 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഇടവിട്ട ഇടവേളകളിൽ ഇടുത്തി എന്ന പോലെ ഓരോ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുകയായിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്തത്. 993 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചത്. 19 കിലോ സിലിണ്ടറിനാണ് ഈ 999 രൂപ വർദ്ധിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ചോട്ടാ സിലിണ്ടർ എന്ന് ദില്ലിക്കാർ വിളിക്കുന്ന ചെറിയ സിലിണ്ടർ 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 261 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതായത് 260 രൂപ ചെറിയ സിലിണ്ടറിന്, വലിയ സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് കടന്നു എന്നതാണ്. അത് മണിക്കൂറുകളുടെ ഇടവേളയിലായിരുന്നു ഈ വർധനവ് എന്നത് ഓർക്കേണ്ടതുണ്ട് അരുൺകുമാർ. അങ്ങനെയെങ്കിൽ പെട്രോൾ ഡീസൽ വില വർധനം ഉണ്ടാകുമോ എന്നതാണ് ആശങ്ക. അത് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ആവർത്തിച്ച് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. പക്ഷേ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലും പ്രതികരണങ്ങളിലുമെല്ലാം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇത് തള്ളുകയാണ്. പെട്രോളിയം സഹമന്ത്രി, നമ്മുടെ മന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇന്നൊരു പ്രതികരണം കണ്ടു. മറ്റ് രാജ്യങ്ങളിലേക്ക് കണ്ണോടിക്കൂ എന്നുള്ള പ്രതികരണമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് രാജ്യങ്ങളൊക്കെ ഇന്ധന പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ ഇന്ധന വില വർധനവിലേക്ക് കടന്നിരുന്നു. അതൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഇത് ഇന്ത്യയിലും അത് തന്നെ നടപ്പിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴും ഓർക്കണം, അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്നുള്ളതാണ് അരുൺകുമാർ. താങ്ക് യു. അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഭിനന്ദ് പറഞ്ഞതുപോലെ പെട്രോളിയം സഹമന്ത്രി പറഞ്ഞത് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണുപിടിക്കൂ എന്നാണ്.